നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര പാലക്കാട് ജില്ലയിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന യാത്രയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. ജില്ലാതല സ്വീകരണ പരിപാടി ഒറ്റപ്പാലത്ത്. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച യാത്ര ജനുവരി 16 വരെ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. ടൗൺ ഹാളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂ വരെ വേദികളുടെ പേരായപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമെന്ന നേതാക്കൾ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വയോജന സംരക്ഷണത്തിൽ കേരളം മാതൃക. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ. വാർത്തകൾ വിശദമായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകി. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി ജനുവരി 1 മുതൽ 16 വരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിയ ശേഷമാണ് കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര വെള്ളിയാഴ്ച രാവിലെ കുളപ്പുള്ളിയിൽ എത്തിച്ചേർന്നത്. നിരവധി പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചു. ഈ സ്നേഹസന്ദേശത്തിന്റെ ചുവടുകളാകാം സമസ്തയുടെ 100 വർഷങ്ങളുടെ തിളങ്ങുന്ന ചിത്രം വായിക്കാം. സാന്ത്വനമായും സേവനമായും അറിവായും അന്നമായും മനുഷ്യരെ തൊട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വഴികൾ. മനുഷ്യരെ തൊടുന്ന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണ ചടങ്ങിന് മുന്നോടിയായാണ് യാത്ര കുളപ്പള്ളിയിലൂടെ കടന്നുപോയത്. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് യാത്ര നയിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ഷൊർണൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയ്ക്ക് കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകിയത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആദരണീയരായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഷൊർണൂർ സർക്കിളിന്റെ നേതൃത്വത്തിൽ കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകി പാലക്കാട് ജില്ലാ സ്വീകരണ കേന്ദ്രമായ ഒറ്റപ്പാലത്തേക്ക് കേരള യാത്രയാക്കിയിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയത്തിൽ എല്ലാ മനുഷ്യരോടും സ്നേഹസമ്പന്നമായി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഈ ഒരു പ്രമേയത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയ്ക്ക് ഷൊർണൂർ സർക്കിളിൽ ഇവിടെ സ്വീകരണം നൽകിയിരിക്കുകയാണ്. ജനുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരള യാത്ര 16 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്നും താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. തൃശൂർ ടൗൺ ഹാളിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനാണ് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തിയത്. താമരപ്പൂവിനെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമാണെന്ന് യുവമോർച്ച ആരോപിച്ചു. തൃശൂർ ടൗൺ ഹാളിലേക്ക് നടന്ന പ്രതിഷേധം ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താമരയോട് കാണിക്കുന്ന അവഗണന സംസ്ഥാന സർക്കാരിന്റെ ഭയം മൂലമാണെന്ന് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് പറഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇരുപത്തിയഞ്ച് വേദികളിലായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുന്നത്. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂ വരെ വേദികളുടെ പേരായി ഇടം പിടിച്ചപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയതിലാണ് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ CPMന് അടുക്കളപ്പണി ചെയ്ത് സ്വയം ഇല്ലാതായ കോൺഗ്രസുകാരാണ് BJPയെ വിമർശിക്കാൻ വരുന്നതെന്ന് നഗരസഭ NDA പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ. ഷൊർണൂരിൽ CPM BJP ധാരണ ആരോപിച്ച കോൺഗ്രസ് കൗൺസിലർ ആത്മപരിശോധന നടത്തണമെന്നും EP നന്ദകുമാർ പറഞ്ഞു. CPM BJP ബന്ധം ആരോപിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയെ ജനം പുച്ഛത്തോടെ കാണുമെന്ന് EP നന്ദകുമാർ പറഞ്ഞു. CPMന്റെ അടുക്കളപ്പണിയെടുത്ത് സ്വയം ഇല്ലാതായ പാർട്ടിയാണ് ഷൊർണൂരിലെ കോൺഗ്രസ്. ഈ പാർട്ടിയുടെ നേതാക്കളാണ് CPMനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന BJPക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും EP നന്ദകുമാർ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് നടത്തിയ
പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഇ പി നന്ദകുമാർ. കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. കഴിഞ്ഞ തവണ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ CPM-ഉം കോൺഗ്രസും തമ്മിൽ ധാരണ പുറത്താണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസ്സിന് കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതൊരു കുട്ടിക്കും അറിയാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൂർണ്ണമായിട്ടും CPM-ന് കിട്ടാൻ സാധ്യതയില്ല, ഒരെണ്ണത്തിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ച് നേടിയ വിജയം തന്നെ. ഇവിടെ വ്യക്തമാക്കേണ്ടത് ആര് തമ്മിലാണ് ധാരണ. CPM-ന് കോൺഗ്രസ് എല്ലാ തരത്തിലുള്ള വിടുപണി ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്ന് കോൺഗ്രസ് 7 സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ച 7 സീറ്റ് 5 സീറ്റിലെത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് CPM-ൻ്റെ അടുക്കളയിൽ അവരുടെ കുശിനിപ്പണി ചെയ്തതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇതിൻ്റെ സീറ്റ്. ഇന്നലെ വന്ന ആ ആരോപണമൊക്കെ അവജ്ഞതയോടുകൂടി തള്ളുന്നു. എല്ലാ തരത്തിലുള്ള പുച്ഛത്തോടു കൂടിയാണ് BJP ആ പരാമർശത്തെ കാണുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഇക്കാലത്ത് ഇന്ത്യയുടെ ഊന്നൽ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണത്തിൽ കേരളം മാതൃകയാണെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. 2025 ആദ്യം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലായിരുന്നു ഒരു നിയമമുണ്ടാക്കിയിട്ട് റീവാലിഡേറ്റ് ചെയ്യാം എന്നൊരു നിയമമുണ്ടാക്കി പെൻഷനൊക്കെ കൊടുക്കണ്ടേ, ഇനിയുള്ള പരിഷ്കരണങ്ങളിലൊന്നും ഈ പെൻഷൻകാരുടെ വർധനവ് പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനത്തെയൊക്കെ ഒരു നിയമം അവരുണ്ടാക്കിയത്. ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഒന്നിന് പുറകെ ഒന്നാ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു യോഗത്തിൽ ഞാൻ പറയുന്നില്ല, നിങ്ങളോട് എല്ലാ കാര്യവും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. എത്ര ജനവിരുദ്ധമായിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. വിശേഷിച്ചും വൃദ്ധസമൂഹത്തോടാണ് ഈ സർക്കാർ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ടാണ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. അസോസിയേഷൻ പ്രസിഡന്റ് PS രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിരമിച്ചവരും വയോജന സംഘടനാ ഭാരവാഹികളുമായ TS പരമേശ്വരൻ, പാർവതി, രാമദാസ്, G രാജൻ, K ഗോവിന്ദൻ, നടരാജ്, ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഷൊർണൂരിലെ ചുടുവാലത്തൂർ 81 നമ്പർ അംഗൻവാടി P മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ നിർദ്ദേശമനുസരിച്ച് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും MLA അറിയിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ചുടുവാലത്തൂരിലെ 81 നമ്പർ അംഗനവാടി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പുതിയ കെട്ടിടത്തിൽ അംഗനവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അന്ന് MLAക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു വെള്ളിയാഴ്ച P മമ്മിക്കുട്ടി MLA പുതിയ അംഗനവാടി കെട്ടിടം സന്ദർശിച്ചത്. അംഗനവാടിയുടെ പ്രവർത്തനവും കെട്ടിടത്തിലെ സ്ഥല സൗകര്യങ്ങളുമെല്ലാം MLA നേരിൽ കണ്ട് വിലയിരുത്തി. നിലവിൽ നിർദ്ദേശമനുസരിച്ച് ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പഴയ അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുറയ്ക്ക് അംഗനവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും P മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. നഗരസഭാ പരിധിയിൽ സ്ഥലമുണ്ടായിട്ടും പുതിയ കെട്ടിടമില്ലാത്ത അംഗനവാടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഏറെക്കുറെ അംഗനവാടികൾക്കൊക്കെ തന്നെ പുതിയ കെട്ടിടമായിട്ടുണ്ട്. അതിൽ ഏറ്റവും മോഡേണായ രീതിയിൽ തന്നെയാണ് ഈ 81 നമ്പർ അംഗനവാടി കെട്ടിടം പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു ധാരണ, കുറച്ച് റോഡുകൾ വേണം, കാര്യങ്ങൾ വേണം, മറ്റുള്ള സൗകര്യങ്ങൾ വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, അതെല്ലാം ആവശ്യം തന്നെയാണ് വികസനവുമായി ബന്ധപ്പെട്ട്. പക്ഷേ നാടിൻ്റെ ഒരു പൊതുവായ വികസനത്തിന് ഇത്തരത്തിലുള്ള പിഞ്ചു മക്കൾക്ക് വന്ന് കളിക്കാനും ചിരിക്കാനും ആടാനും പാടാനും മാനസിക ഉല്ലാസത്തിനും. ALMSC ചെയർമാൻ അനിൽകുമാർ, അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ സരസ്വതി, അംഗനവാടി ടീച്ചർ ബിന്ദു തുടങ്ങിയവരുമുണ്ടായിരുന്നു. അരമണിക്കൂറോളം നേരം ചിലവഴിച്ചാണ് MLA മടങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ അരിമ്പൻകുളങ്ങരയിൽ നിന്നും കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. നഗരപ്പുറം സ്വദേശിയും സ്നേക്ക് റെസ്ക്യൂവുമായ വിജയന്റെ നേതൃത്വത്തിലാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. സംഭവം അറിഞ്ഞ് വാടങ്കം സൗമ്യയും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരായ പീതാംബരൻ, അജിത് രാജ്, അഖിൽ, ജോയ് ജ്യോതിഷ്, ഹരീഷ്, ജിനേഷ്, രാഹുൽ,
അഭിനോ, അരുൺ, അഭിജിത്ത് എന്നിവരും സഹായത്തിനായി എത്തി. ഷൊർണൂരിലെ ചുടുവാലത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാല 2ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ. നിലവിൽ വാടക കെട്ടിടത്തിലാണ് വായനശാല പ്രവർത്തിക്കുന്നത്. ഉടൻ തന്നെ സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് വായനശാലയുടെ പ്രവർത്തനം ആരംഭിക്കുവാനാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചുടുവാൽത്തൂരിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് 2 വർഷമായി ചക്കുന്നത്തെ രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയുടെ പ്രവർത്തനം. 2000-ൽ പരം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. ബാലവേദി, വയോജനവേദി, മഹിളാവേദി തുടങ്ങി 5 ഘടകങ്ങളാണ് വായനശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. നല്ല രീതിയിലുള്ള ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടന്നു വരുന്നതായും വായനശാലയുടെ 2ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് KN സുനിൽകുമാർ STVയോട് പറഞ്ഞു. 2 വർഷം കൊണ്ട് തന്നെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 2500ഓളം പുസ്തകങ്ങളും സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായാണ് ഈ സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക കേന്ദ്രത്തിന് സ്വന്തമായിട്ട് സ്ഥലം സാംസ്കാരിക കേന്ദ്രത്തിനും അംഗനവാടിക്കും കൂടി ചക്കുന്നത്ത് രാമചന്ദ്രൻ നായരുടെ പേരിൽ അനുവദിച്ച് കിട്ടുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ട് വരികയുമാണ്. അടുത്ത ഒരു വാർഷിക ആഘോഷത്തിനിടയിൽ തന്നെ നമുക്ക് സ്വന്തം കെട്ടിടത്തിലേക്ക് ഈ ലൈബ്രറിയും അതിൻ്റെ പ്രവർത്തന കേന്ദ്രവും മാറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വാർഷിക ആഘോഷങ്ങളിലും എല്ലാവിധ ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്. 2ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ജനുവരി 10-ന് ശനിയാഴ്ച വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ മാസ്റ്റർ പങ്കെടുക്കും. തുടർന്ന് സാംസ്കാരിക സദസ്സും കലാപരിപാടികളും നടക്കും. ഉടൻ തന്നെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ജനകീയ വായനശാലയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കാനാകും. ചുടുവാൽത്തൂരിലെ 81-ാം നമ്പർ അംഗനവാടിയുടെ മുകളിലാണ് വായനശാലയുടെ പുതിയ കെട്ടിടം വരിക. വാർഷികാഘോഷ പരിപാടികൾ വിശദീകരിക്കാൻ പ്രസിഡന്റ് KN സുനിൽകുമാറിനൊപ്പം അനിൽകുമാർ, മനോജ്, K രതീഷ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആധാറിന് ഇനി മലയാളി മുഖം. ചാലക്കുടി സ്വദേശി രൂപകൽപ്പന ചെയ്ത മുദ്ര ഇനി ആധാർ മാസ്കോട്ടിലൂടെ നാടറിയും. ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ഇനി അരുൺ ഡിസൈൻ ചെയ്ത ഭാഗ്യചിഹ്നമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും അറിയിപ്പുകളിലും ഉപയോഗിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ UIDAI ചെയർമാൻ നീലകണ്ഠ് മിശ്ര ഭാഗ്യചിഹ്നം അനാവരണം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 875 എൻട്രികളിൽ നിന്നാണ് അരുണിൻ്റെ ഡിസൈൻ തിരഞ്ഞെടുത്തത്. UIDAI എന്ന വാക്കുമായി ചേർന്നു വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്മൈലിംഗ് ഫേസ് വേണമെന്ന് കണ്ടിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർക്ക് വരെ സ്ട്രൈക്ക് ആവണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഡിസൈൻ ഇനിയൊരു കുറച്ച് മണിക്കൂറുകൾ കൂടി ഉള്ളത് അതിന് ആ സൈറ്റിൽ ലോക്കാവുന്ന കണ്ടത്. പക്ഷെ അതിനുശേഷം ഒരു എക്സ്റ്റൻഷൻ നടത്തിയത് നമുക്ക് അന്നറിയില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തൊരു ഡിസൈൻ വളരെ സിമ്പിളായി. അപ്പോൾ ഒരു പ്രൈസോ കാര്യങ്ങളോ ഞാൻ അതിൽ ഒട്ടും എക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തന്നെ സത്യമായിട്ടും തുറന്നു പറയാം. കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. എല്ലാവർക്കും, ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവർക്കും സന്തോഷമായി. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എറണാകുളത്തുള്ള ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറാണ് ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുൽ. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരകല്ലൂർ കരടിമലക്കുന്ന് തത്തുമസി ഭജന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1 മാസക്കാലമായി നടന്നു വന്നിരുന്ന പരിപാടികൾക്ക് സമാപനമായി. സമാപനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുസംഗമം സ്വാമി പ്രഭാകരാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അയ്യപ്പ ഭക്തർക്ക് സന്ദേശം നൽകി. പ്രഭാഷകൻ ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുസ്വാമി രമേശ് കേരളശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗുരുസ്വാമി ബാലൻ പൂജകൾക്ക് നേതൃത്വം നൽകി. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ജീവിക്കുക എന്നതാണ് അയ്യപ്പ ധർമ്മത്തിന്റെ അടിസ്ഥാനം. അയ്യപ്പന് ഈ കലിയുഗത്തിൽ കലിയുഗ വരദനേ എന്ന പേരുണ്ട്. അത് മറ്റൊരു കടവുകളിലും മറ്റൊരു ദൈവങ്ങൾക്കും ഇല്ല. കാരണം ഭഗവാൻ അയ്യപ്പനാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ചടങ്ങിൽ സ്വാമി പ്രഭാകരാനന്ദ സ്വാമിയെ ശബരിമല അയ്യപ്പ സേവാ സംഘം സമിതി അംഗം K രമേശ് ഉപഹാരം നൽകി ആദരിച്ചു. KU ബാലകൃഷ്ണൻ, K സന്തോഷ്, KK വിനീഷ്, ശ്യാം പ്രസാദ്, ശരത്,
ശിവശങ്കരൻ, കെ മണികണ്ഠൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 65-അംഗ സംഘമാണ് തത്വമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയ്ക്ക് യാത്രയായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിൻ്റെ സ്മരണാർത്ഥം ഇറാൻ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിൻ്റെ സഹകരണത്തോടെ 83 ഓർമ്മമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് കോട്ടായിൽ തുടക്കമായി. കഴിഞ്ഞ ദിവസം 83-ാം വയസ്സിലാണ് മാധവ് ഗാഡ്ഗിൽ ലോകത്തോട് വിട പറഞ്ഞത്. വൃക്ഷത്തൈകൾ നടുന്നതിന് കരീം പറളി, കല്ലൂർ ബാലന്റെ സഹോദരൻ രവി, പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ ബാങ്കുർശി, കെ റഹ്മാൻ, ഷംസുദ്ദീൻ ഓടന്നൂർ, സലാം മേപ്പറമ്പ്, അബ്ദുൾ റഹിമാൻ എന്നിവർ നേതൃത്വം നൽകി. 10 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാധവ് ഗാഡ്ഗിൽ ഓർമ്മമരം നട്ടതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രകൃതി, പ്രത്യേകിച്ച് വനമേഖല ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല, വനമേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. മുഴുവൻ നിർദ്ദേശങ്ങളും ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കറിയാം, വനമേഖല കാർഷികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ 1957 കാലഘട്ടത്തിലാണ് 25,000 ഏക്കറോളം ഭൂമി വനമേഖല കാർഷിക മേഖലയ്ക്ക് KM മാണി വനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരിച്ചുവിട്ടതും, അതുപോലെ KE ഇസ്മയിലിൻ്റെ കാലഘട്ടത്തിൽ 8,000 ഏക്കർ ഭൂമിയാണ് വനമേഖല കാർഷിക മേഖലയ്ക്ക് കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര പാലക്കാട് ജില്ലയിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന യാത്രയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. ജില്ലാതല സ്വീകരണ പരിപാടി ഒറ്റപ്പാലത്ത്. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച യാത്ര ജനുവരി 16 വരെ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. ടൗൺ ഹാളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂ വരെ വേദികളുടെ പേരായപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമെന്ന നേതാക്കൾ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വയോജന സംരക്ഷണത്തിൽ കേരളം മാതൃക. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.